നിഗൂഢതകളും ചുരുളഴിയാത്ത രഹസ്യങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ പ്രപഞ്ചം. അതിൽ തന്നെ അതിഭീമൻ തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രകാശമുള്ള വസ്തുക്കളിൽ ചിലതായ ക്വാസാറുകളെ ഉപയോഗിച്ച് അതിഭീമൻ തമോഗർത്തങ്ങളുടെ വളർച്ചയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള പുതിയ വഴി തേടുകയാണ് ഇപ്പോൾ ശാസ്ത്രലോകം. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടത്തിയ പഠനത്തിൽ ഗുരുത്വാകർഷണ ലെൻസുകളായി പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ള 7 ക്വാസാറുകളെ കണ്ടെത്തിയിരിക്കുകയാണ് ജ്യോതിശാസ്ത്രജ്ഞർ. അമേരിക്കയിലെ ഡാർക്ക് എനർജി സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ് ശേഖരിച്ച വിവരങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചത്. ഭീമൻ വസ്തുക്കളുടെ ഗുരുത്വാകർഷണം ദൂരെയുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശത്തെ വളയ്ക്കുകയും വലുതാക്കി കാണിക്കുകയും ചെയ്യുന്ന അപൂർവ പ്രതിഭാസമാണ് ഗുരുത്വാകർഷണ ലെൻസിംഗ്. ഒഹായോ സ്റ്റേറ്റ് സർവകലാശാലയിലെ ഗവേഷകരുടെ കണ്ടെത്തലനുസരിച്ച് ഈ അപൂർവ സംവിധാനങ്ങൾ സജീവമായി വളരുന്ന അതിഭീമൻ തമോഗർത്തങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. ക്വാസാറുകൾ പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ള വസ്തുക്കളിൽ പ്രധാനപ്പെട്ടവയാണ്. വാതകങ്ങളും പൊടിപടലങ്ങളും വലിയ തോതിൽ തമോദ്വാരങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അപാരമായ ഊർജ്ജമാണ് ഇവയ്ക്ക് അത്യപൂർവമായ പ്രകാശം നൽകുന്നത്. എന്നാൽ ഇവയുടെ പ്രകാശം സ്വന്തം താരാപഥത്തേക്കാൾ ശക്തമാകുമെന്നതിനാൽ ഇവയ്ക്ക് ചുറ്റുമുള്ള താരാപഥങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് ഗവേഷകർക്ക് എക്കാലത്തും വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായാണ് ശാസ്ത്രജ്ഞർ ഗുരുത്വാകർഷണ ലെൻസിംഗ് പ്രതിഭാസത്തെ പ്രയോജനപ്പെടുത്തുന്നത്. അപൂർവമായ ചില ക്വാസാറുകൾ തന്നെ ഗുരുത്വാകർഷണ ലെൻസുകളായി പ്രവർത്തിക്കുമ്പോൾ ക്വാസാറിനെയും അതിന്റെ പിന്നിലുള്ള താരാപഥത്തെയും ഒരേ സമയം വ്യക്തമായി പഠിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കുന്നു. ഈ അപൂർവ സംവിധാനങ്ങൾ കണ്ടെത്തുക എന്നത് മനുഷ്യനെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായ ജോലിയാണ്. ഇതിനായി ഡെസി കണ്ടെത്തിയ ഏകദേശം 8 ലക്ഷത്തോളം ക്വാസാറുകളുടെ പട്ടികയിൽ നിന്നാണ് ഗവേഷകർ ഈ പഠനം തുടങ്ങിയത്. എന്നാൽ ഇത്തരം ലെൻസുകളുടെ യഥാർത്ഥ മാതൃകകൾ വളരെ കുറവായതിനാൽ കൃത്രിമമായി സൃഷ്ടിച്ച പ്രപഞ്ച മാതൃകകൾ ഉപയോഗിച്ചാണ് ഈ സംവിധാനത്തെ പരിശീലിപ്പിക്കുന്നത്. ഒഹായോ സ്റ്റേറ്റ് സർവകലാശാലയിലെ ഗവേഷകരുടെ നേതൃത്വത്തിലുള്ള പഠനത്തിൽ AI നിർദ്ദേശിച്ച 200 സാധ്യതകളെ ശാസ്ത്രജ്ഞർ പരിശോധിച്ച് വിലയിരുത്തുകയുണ്ടായി. ഇതിൽ നിന്നാണ് കൃത്യതയേറിയ 7 പുതിയ ക്വാസാർ ലെൻസുകളെ വിജയകരമായി തിരിച്ചറിയാനായത്. സമാനമായ സർവേകളിലൂടെ ഇതുവരെ കണ്ടെത്തിയ ഇത്തരം സംവിധാനങ്ങളുടെ എണ്ണത്തെ ഇരട്ടിയാക്കുന്നതാണ് ഈ പുതിയ കണ്ടെത്തലുകൾ. ക്വാസാറുകൾ അതിഭീമൻ തമോദ്വാരങ്ങളുടെ കുഞ്ഞുകാല ചിത്രങ്ങൾ പോലെയാണെന്നും ഇവയിൽ നിന്ന് പൂർണ്ണ വളർച്ചയിലെ തമോദ്വാരങ്ങളിലേക്കുള്ള യാത്ര മനസ്സിലാക്കുന്നത് പ്രപഞ്ച രൂപീകരണ പഠനത്തിൽ വളരെ നിർണായകമാണെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകൻ എവററ്റ് മക്കാർദർ വ്യക്തമാക്കുന്നു. ഈ 7 പുതിയ ക്വാസാർ ലെൻസ് സംവിധാനങ്ങളുടെ സ്വഭാവം വരും ദിവസങ്ങളിൽ കൂടുതൽ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കും. ഹബിൾ അടക്കമുള്ള ശക്തമായ ബഹിരാകാശ ദൂരദർശിനികളുടെ സഹായത്തോടെ നടത്തുന്ന ഈ പരിശോധനകൾ തമോദ്വാരങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.